അവർ കൊണ്ടുവരുന്ന ഒരു തെളിവാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് കഹ്ഫിൽ പറഞ്ഞ അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ട ചരിത്രം പരാമർശിക്കവേ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച 21-ാമത്തെ വചനം ഖാലല്ലദീന ഗലബു അലാ അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ എന്ന ആയത്ത് ഖബറുകൾ ഉയർത്താൻ തെളിവാണ് എന്ന് പലപ്പോഴും പലരും ഉന്നയിക്കാറുണ്ട്. അഥവാ അസ്ഹാബുൽ കഹ്ഫ് അവർ ആ ഗുഹയിൽ തന്നെ പിന്നീട് വഫാത്തായി, അവിടെ തന്നെ ഒരു മറമാടപ്പെടുന്നു. ആ മറമാടിന് ശേഷമുണ്ടായ ആ നാട്ടിലെ ചർച്ചകൾ വിവരിക്കുന്നിടത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു പ്രയോഗമാണ് ഖാലല്ലദീന ഗലബു അലാ അംരിഹിം. അവിടെ കാര്യത്തിൽ മേൽക്കോയ്മയുള്ള കയ്യൂക്കുള്ള ആളുകൾ അവര് പറഞ്ഞു ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, അവർക്ക് മീതെ നാം ഒരു പള്ളി ഉണ്ടാക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുവല്ലോ. അപ്പൊ വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അത് എടുത്തുദ്ധരിച്ചു. അത് തെളിവാണ്. ഖബറുകൾക്ക് മീതെ പള്ളി ഉണ്ടാക്കാൻ, ഖബറുകൾക്ക് മീതെ ആരാധനയും പണിയാൻ ഇത് തെളിവാണ് എന്നാണ് പലപ്പോഴും ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ പ്രവാചക വചനങ്ങൾ നിഷ്പക്ഷമായി പഠിക്കുന്ന ആളുകൾക്ക് ഇവിഷയമായി എന്താണ് വസ്തുത എന്ന് ബോധ്യപ്പെടുമാറുള്ള ഹദീസുകൾ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. ചിലതൊക്കെ നേരത്തെ സൂചിപ്പിച്ചു, ചിലത് ഇനിയും ഇവിടെ വിശദീകരിക്കപ്പെടുകയും ചെയ്യും. എന്നിരിക്കെ മുൻഗാമികളായ സമൂഹത്തിലുണ്ടായ സംഭവം പറഞ്ഞ കൂട്ടത്തിൽ ആ നാട്ടിൽ നടന്നൊരു ചർച്ച, ആ ചർച്ചയെ പരാമർശിച്ചത് തെളിവായിക്കൊണ്ടാണോ നമ്മുടെ ഈ ശരീഅത്തിൽ നാം തീരുമാനങ്ങൾ, വിധികൾ, ഹുക്മുകൾ കണ്ടെത്തേണ്ടത്? ഒരിക്കലുമല്ല. മാത്രവുമല്ല, ഈ പറഞ്ഞ ആളുകൾ അവർ മുസ്ലിമീങ്ങൾ തന്നെയാണോ, അവർ പ്രശംസനീയമായ ശരിയാണോ ചെയ്തത് എന്നതൊന്നും അതിന് വ്യക്തമല്ല. നേരെ മറിച്ച് അല്ല എന്നാണ് ഖുർആനിന്റെ സൂചന. ഖാലല്ലദീന ഗലബു അലാ അംരിഹിം എന്നാണ് പ്രയോഗം. അവരുടെ കാര്യത്തിൽ ഗലബത്തുള്ള ആളുകൾ, അവരുടെ കാര്യത്തിൽ മേൽക്കോയ്മയുള്ള ആളുകൾ, അവിടെ അധികാരവും കയ്യൂക്കുമുള്ള ആളുകൾ അവർ പറഞ്ഞ സംസാരമായിട്ടാണ് അല്ലാഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയത്. ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ഏതെങ്കിലും ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തി വെച്ചുവോ ഈ ആയത്ത് മഹാന്മാരുടെ ഖബറുകൾക്ക് മീതെ ദർഗയുണ്ടാക്കാൻ, കുബ്ബയുണ്ടാക്കാൻ, കെട്ടിയുയർത്താൻ, അവിടെ പോയി നേർച്ചയും വഴിപാട് സമർപ്പിക്കുവാൻ, അവിടെ ആനയും അമ്പാടിയുമായി ചാട്ടവും കളിയുമായി അവിടെ ചെന്ന് തുള്ളാനും ആഘോഷിക്കാനുമെല്ലാമുള്ള തെളിവാണ് ഈ ആയത്ത് എന്ന് ഈ ഖുർആനിന്റെ വചനം വിശദീകരിച്ച ഏതെങ്കിലും ഖുർആൻ വ്യാഖ്യാതാവ് രേഖപ്പെടുത്തിയോ? ഒരിക്കലുമില്ല. നേരെ മറിച്ച് തിരിച്ചാണ് രേഖപ്പെടുത്തിയത്. ഇതിന്റെ വിശദീകരണത്തിൽ ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നു. ഉദാഹരണം ഇമാം ഖുർത്തുബി തന്റെ തഫ്സീർ ഖുർത്തുബിയിൽ വിശദമായ ചർച്ചയാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ പറയുകയാണ്, ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഒന്ന്, ഖാലല്ലദീന ഗലബു അലാ അംരിഹിം എന്ന് പറഞ്ഞാൽ ആരാണ് പറഞ്ഞ ആളുകൾ? ഇതാരാണ്? അത് ചില ആളുകൾ, അവര് അവിടെ അധികാരമുള്ള ശക്തരായ ആളുകളാണ്. ഫഖാലൽ മലിക് ഉബ്നു അലൈഹിം ബുൻയാന, ഭരണാധികാരിയാണ് പ്രഖ്യാപിച്ചത്, രാജാവിന്റെ കൽപ്പനയാണ് വന്നത് എന്ന് പറയുന്നു. അതല്ല, മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നു. ഇനി അതുമല്ല, അവിടെ ചർച്ചകൾ, തർക്കങ്ങൾ ഉണ്ടായി എന്നാണ്. വറുവി അന്ന ത്വായിഫതൻ കാഫിറ ഖാലത് നബ്നി ബൈഅതൻ ഔ മുളീഫൻ ഫമാനഹുൽ മുസ്ലിമൂൻ. അവിശ്വാസികളായ ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ ഒരു മഠമുണ്ടാക്കാം, അങ്ങനത്തെ ഒരു കേന്ദ്രമുണ്ടാക്കി മാറ്റാം എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിമീങ്ങൾ പറഞ്ഞു അല്ല, അവിടെ പള്ളി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ചർച്ചയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നാണ്. ഏതാണെങ്കിലും അത് പ്രശംസനീയമാണോ? ഒരിക്കലുമല്ല. കാരണം നമ്മുടെ ശരീഅത്ത് അത് അംഗീകരിച്ചതല്ല എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ മസ്അലകൾ ഉടലെടുക്കുന്നുണ്ട്. ചിലതൊക്കെ അനുവദനീയമായതാണ്, ചിലതൊക്കെ ഹറാമായ വിലക്കപ്പെട്ട കാര്യങ്ങളുമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാം, ഫത്തിഖാദുൽ മസാജിദി അലൽ ഖുബൂരി വസ്സലാത്തു ഫീഹാ വൽബിനാഉ അലൈഹാ ഇലാ ഗൈരി ദാലിക മിമ്മാ തളമ്മനതി സുന്നത്തു മിൻ നഹി അൻഹു മംനൂഉൻ ലാ യജൂസ്. ഈ ആയത്തിന്റെ തഫ്സീറാണ് പറഞ്ഞത്, ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റൽ, വസ്സലാത്തു ഫീഹാ അതിൽ നിസ്കരിക്കൽ, വൽബിനാഉ അലൈഹാ അതിനുമേൽ എടുപ്പുണ്ടാക്കൽ, ഇലാ ഗൈരി ദാലിക അതല്ലാത്ത മറ്റു കാര്യങ്ങളും, ഇതൊക്കെ മിമ്മാ തളമ്മനതു സുന്നത്തു മിൻ നഹി അൻഹു സുന്നത്തിൽ ഇതെല്ലാം വിലക്കപ്പെട്ട കാര്യമാണ്. അതിനാൽ ഫമംനൂഉൻ അതെല്ലാം വിലക്കേണ്ടതാണ്, ലാ യജൂസ് ജായിസല്ല അനുവദനീയമല്ല. എന്നൊരു അനുവദനീയമല്ല എന്ന് പറയാനുള്ള തെളിവുകൾ ധാരാളം ഹദീസ് അദ്ദേഹം കൊണ്ടുവരികയാണ്.